കുണ്ടറ താലൂക്ക് ആശുപത്രിയിലേക്ക് വാങ്ങിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നടത്തി. മന്ത്രി PC വിഷ്ണുനാഥ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. താലൂക്ക് ആശുപത്രിയിൽ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായാണ് വാഹനം വാങ്ങിയത്. കുണ്ടറ താലൂക്ക് ആശുപത്രിയിലേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി വാങ്ങിയ വാഹനമാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. മന്ത്രി PC വിഷ്ണുനാഥ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. രാഷ്ട്രീയ നേതാക്കന്മാര്, നമ്മുടെ ആശുപത്രിയിലെ ഡോക്ടർമാരും മറ്റ് ആശുപത്രിയിലെ ജീവനക്കാർ, ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ, പ്രിയമുള്ളവർ, നമ്മുടെ ആശുപത്രിയിൽ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. ആ കൂട്ടത്തിലാണ് ഇവിടെ നിന്നും സൂപ്രണ്ടാണെന്ന് ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം ഒരു ആംബുലൻസ് എന്നാണ് ആലോചിച്ചത്. പക്ഷെ മറ്റാവശ്യങ്ങൾക്കും പാലിയേറ്റീവ് കെയർ പരിചരണം അടക്കമുള്ള കാര്യങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വാഹനമാണെങ്കിൽ അതൊരു മൾട്ടി പർപ്പസ് ആകും. ആംബുലൻസ് ആണെങ്കിൽ പിന്നെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയത്തില്ല എന്ന ഒരു കാര്യം വന്നതുകൊണ്ടാണ് അന്ന് നമ്മളത് ഇങ്ങനത്തെ ഒരു വാഹനമാക്കി മാറ്റിയത്. ഇപ്പോൾ അതിൻ്റെ എല്ലാം റെഡിയായി എന്ന് കഴിഞ്ഞ ദിവസമാണ് വിവരം കിട്ടിയത്. ഞാൻ പറഞ്ഞു, ഇനി വളരെ വിപുലമായ ചടങ്ങൊന്നും വേണ്ട, എത്രയും വേഗം ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുന്ന രൂപത്തിലേക്ക് മാറണമെങ്കിൽ അത് ഉദ്ഘാടനം ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ലളിതമായ ചടങ്ങിൽ എല്ലാവരെയും അറിയിച്ച് ആ കർത്തവ്യം നിർവഹിക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഇപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ രൂപത്തിലുള്ളത് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. MLA-യുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 8,28,588 രൂപ വിനിയോഗിച്ചാണ് വാഹനം വാങ്ങിയത്. കുണ്ടറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ബഹുമാന്യായ മന്ത്രി, നമ്മുടെ MLA നമ്മുടെ ഹോസ്പിറ്റലിന് വേണ്ടി, താലൂക്ക് ഹോസ്പിറ്റലിന് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു. അതിലൊന്ന് മാത്രമാണ് ഡയാലിസിസ് യൂണിറ്റിന് വേണ്ടി 75 ലക്ഷം രൂപ ആരംഭിച്ച് കഴിഞ്ഞു. അദ്ദേഹം വന്ന് ഉദ്ഘാടനമായി നടത്തിയില്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തതുപോലെ തന്നെ പോയതാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം വത്സല സതീശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അനിൽകുമാർ, AK പ്രസന്നകുമാർ, ശ്രീകുമാർ, ജോൺ ഡാനിയൽ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബാബുലാൽ, രാജു D. പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.